ഡോക്ടർ TPS, നമുക്ക് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക? ശരിക്കും ടൈം മാനേജ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ പ്രൈം മിനിസ്റ്റർക്കും ഉണ്ട്, നമുക്കുണ്ട്. അയാൾ അത്ര ബിസിയാണോ നമ്മൾ? അല്ല. അപ്പൊ നമ്മുടെ ടൈം അല്ല, നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടുന്നതുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു വെച്ചാൽ പ്രയോറിറ്റൈസിങ്. എന്താണ് എനിക്ക് ഇപ്പം ചെയ്യേണ്ടത്, എന്താണ് പിന്നെ ചെയ്യേണ്ടത്. മിക്കവാറും ഒരു കുടുംബിനിക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പാല് തിളപ്പിക്കാൻ എത്ര സമയം വേണം? 5 മിനിറ്റ്. കൃത്യം 5 മിനിറ്റ് അവിടെ നോക്കി നിൽക്കുമോ? തിളക്കുന്നത് മറിയുന്നതൊക്കെ എന്ത് ചെയ്യും? ആ 5 മിനിറ്റ് കൃത്യമായിട്ട് അറിയാം. പലർക്കും പറ്റുന്നത് അതിങ്ങനെ നോക്കി നിൽക്കും, മറിയുണ്ടോ. ആ സമയം വെറുതെ വേസ്റ്റായി. അതേപോലെ ഈ 3 പേർക്കുള്ള ചോറ് വെക്കണമെങ്കിൽ എത്ര അരി ഇടണം? അര ഗ്ലാസ്. അത് എപ്പോൾ തുടങ്ങും? 11 മണി. അതെ. എന്നിട്ട് അപ്പം തന്നെ വെള്ളത്തിൽ കഴുകിയിട്ട് അങ്ങോട്ട് ഇടും. അതൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടാലോ കുതിർന്നു കഴിഞ്ഞാൽ പകുതി സമയം കൊണ്ട് വെന്തു. നമുക്കറിയാലോ ഇത്ര ആൾക്കാണ് വെക്കുന്നത്. നേരത്തെ ഇട്ട് ഇടുന്നതിന് എന്താ കുഴപ്പം? ഇപ്പം 3 പ്രാവശ്യം വിസിലടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്യൂലും കടല കറി വെക്കുന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടാലോ? എളുപ്പമില്ലേ? അപ്പൊ പലപ്പോഴും നമ്മൾ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് സമയം വേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊക്കെ എൻ്റെ മക്കളൊക്കെ ചെറുപ്പത്തിലാകുന്ന സമയത്ത് ഏത് ക്രമത്തിലാണോ ഡ്രസ്സ് ഇടേണ്ടത് ആ ഡ്രസ്സ് ആ രൂപത്തിൽ എടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങാവൂ. ഫസ്റ്റ് ഷൂ, അതിൻ്റെ മുകളിൽ സോക്സ്. കാരണം ലാസ്റ്റ് ഷൂ ഇടും, അതിൻ്റെ മുകളിൽ സോക്സ് ഇടും, അതിൻ്റെ മുകളിൽ ബെൽറ്റ് കെട്ടും, അതിൻ്റെ മുകളിൽ ടൈ കെട്ടും, അതിൻ്റെ മുകളിൽ ഷർട്ട് ഇടും, അതിൻ്റെ മുകളിൽ ട്രൗസർ ഇടും, അതിൻ്റെ മുകളിൽ ഇന്നർ. ഈ ലെയറിൽ വെച്ചിട്ടേ കിടന്നുറങ്ങാം. ആ ഒരു റൂൾ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും രാവിലെ അല്ലേ? ഇപ്പം എൻ്റെ ഇവിടെയുള്ള ബുക്ക് ഷെൽഫിൽ ഇന്ന സാധനം ഇന്നെടുത്താണല്ലോ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ ബാഗ് തുറന്നാൽ എവിടെയാണ് എൻ്റെ സാധനങ്ങളെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ സാധാരണ പോകുന്ന സമയത്ത് ലെഫ്റ്റ് പോക്കറ്റിലാണ് ഫോൺ ഉണ്ടാവുക, റൈറ്റ് പോക്കറ്റിലാണ് വാലറ്റ് ഉണ്ടാവുക, ബാക്ക് പോക്കറ്റിലാണ് എനിക്ക് മിക്കവാറും ടവൽസ് ഉണ്ടാവുക. ഇത് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഞാൻ തപ്പേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഓരോന്നിനും ഓരോ ക്രമം ആ ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സമയം ശരിക്ക് അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം അത് വളരെ യൂസ്ഫുൾ ആയിട്ട് ക്രമത്തിൽ ആദ്യം വേണ്ടത് ഓർഡറാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് തീർന്നു. ടൈം മാനേജ് ചെയ്യാനല്ല ചെയ്യേണ്ടത്, ആക്ടിവിറ്റി മാനേജ്മെൻ്റ് ആണ്. എനിക്ക് ഇയാളെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ഇയാൾ അണ്ടർ മൈ കൺട്രോൾ ആകുമ്പോൾ. ടൈം എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പോൾ തെറ്റായിട്ടുള്ളൊരു വാക്കാണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ആക്ടിവിറ്റി മാനേജ്മെൻറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്. നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, ഫൈൻ.